ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടൊമാറ്റോ ഫേഷ്യൽ ആണ്. സ്കിൻ ബ്രൈറ്റൻ അപ്പ് ആവാനും അതുപോലെ തന്നെ നമുക്ക് സൺ ടാൻ റിമൂവ് ചെയ്യാനും ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ കഴിയും. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ നമ്മൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. മുടിയൊക്കെ ഞാൻ നല്ല രീതിയിൽ ബാക്കിൽ കെട്ടി വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. സോ ആദ്യം നമുക്കൊരു ക്ലെൻസർ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ കുറച്ച് എടുക്കുക, അതോടൊപ്പം കുറച്ച് നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 ഡ്രോപ്പ് മാത്രം നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ്. രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ദെൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കോട്ടൺ ബോൾ എടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്ലെൻസറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്ലെൻസറിലോട്ട് ഈ കോട്ടൺ ബോൾ ഒന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം. ഫേസ് ഓൾറെഡി നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം വേണം ഈ ഒരു ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇത് സെക്കൻഡ് ക്ലെൻസറായിട്ട് യൂസ് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. ഫേഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. സോ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നാരങ്ങ നീരും റോസ് വാട്ടറൊക്കെ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതല്ലെങ്കിൽ ഒപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളാണ്. നമ്മൾ കഴുത്തിലും കൂടെ ചെയ്തു കൊടുക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. സ്ക്രബ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ വെച്ചിട്ട് നമ്മളൊരു ചെറിയ പീസ് ടൊമാറ്റോ എടുത്തിട്ട് തക്കാളി അതെടുത്തിട്ട് അതിലോട്ട് അത് നമ്മൾ ഫോർക്ക് കൊണ്ട് നല്ല രീതിയിൽ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് ടൊമാറ്റോയുടെ ജ്യൂസ് ഫുള്ളായിട്ടും പുറത്ത് വരുന്നതിനും ഒന്ന് സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിലോട്ട് അരിപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് വെച്ചിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. അരിപ്പൊടിയിൽ ചെറിയ പാർട്ടിക്കിൾസ് ഉള്ളത് കാരണം അത് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ടൊമാറ്റോയുടെ ജ്യൂസ് സൺ ടാൻ റിമൂവ് ചെയ്യാനും ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. നല്ല ഒരു ഗ്ലോ സ്കിന്നിന് തരാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഷുഗർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റാഗി ഫ്ലോർ ഉണ്ടല്ലോ, റാഗിയുടെ പൊടി, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം എല്ലായിടത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടി എല്ലായിടത്തും ആവാനായിട്ട്. അതിന് ശേഷമാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു സ്ക്രബ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒരു മിനിറ്റ് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഞാൻ പോയി ഇത് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്കിൻ എക്സ്ഫോളിയേറ്റ് ആയി. ആഴ്ചയിൽ 2 തവണ മാത്രമേ എക്സ്ഫോളിയേറ്റ് ചെയ്യാവൂ. അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഫേഷ്യൽ നമുക്ക് വീക്ക്ലി വൺസ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ലീവൊക്കെ ഉള്ള സമയത്ത് സമാധാനമായിട്ട് ഒന്ന് ചെയ്താൽ മതി. എന്നാൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വെറും 3 സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ പാക്ക് ഇരിപ്പുണ്ട്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ടൊമാറ്റോയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാത്രമാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് നമ്മൾ അലോവേര ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതില്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അലോവേര ജെൽ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ എഫക്റ്റീവാണ് കേട്ടോ. ടൊമാറ്റോയുടെ ജ്യൂസും അലോവേര ജെല്ലും കൂടെ നല്ല രീതിയിൽ കോമ്പിനേഷനാണ്. നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ റെജുവിനേറ്റ് ചെയ്യാനും ഒന്ന് പെട്ടെന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഈവൻ നിങ്ങളിത് ഐസ് ക്യൂബ് ആക്കി
ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാമെന്ന് കരുതി, കാര്യം ഇത് ഭയങ്കര ലിക്വിഡ് കൺസിസ്റ്റൻസി ആണല്ലോ. അത് കാരണം നമുക്ക് നോക്കിയിട്ട് പതുക്കെ അപ്ലൈ ചെയ്താൽ മതി. കൈവച്ചെടുത്ത് എല്ലായിടത്തും കൂടെ ആവും. അതുകൊണ്ട് ഞാൻ പതിയെ പതിയെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കണ്ടില്ല എത്ര സിമ്പിളായിട്ടാണ് ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് നല്ല ഒരു മസാജും സ്കിന്നിന് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാക്കായിട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഏറ്റവും സിമ്പിളായിട്ട് കുറച്ച് സ്റ്റെപ്സിലൂടെ ഒരു ഫേഷ്യൽ, അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും. അപ്പോഴേക്കും വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളത് വാഷ് ചെയ്താൽ മതി കേട്ടോ. ഇത് ടോട്ടൽ ഒരു 10 മിനിറ്റ് നമുക്കിത് മുഖത്ത് വെച്ചിരിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് ഡ്രൈ ആവും. അപ്പോൾ ഒരു തവണ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുക. ദെൻ നമുക്കിത് വാഷ് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ പാക്ക് ഇട്ടിട്ട് നമ്മൾ 10 മിനിറ്റാണ് ഇരിക്കുന്നത്. ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും ചെയ്യാനായിട്ട് ടോട്ടൽ ഒരു 5 മിനിറ്റ് എടുക്കും. അത്രയേ ഉള്ളൂ. 5 മിനിറ്റ് പോലും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു ഫേഷ്യൽ ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഒത്തിരി പുറത്ത് പോയി വെയിലൊന്നും കൊള്ളരുത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ മാത്രമല്ല, പൊതുവേ നമ്മൾ വെയിൽ ഒത്തിരി കൊള്ളുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ സ്കിന്നിൽ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. അതാണ് ഒരുപാട് പേരുടെയും പ്രശ്നം. സോ നിങ്ങൾ സ്കിന്നിൽ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മാത്രം പുറത്ത് പോവുക. അപ്പോൾ ഞാനിത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അതിപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. സ്കിന്ന് നല്ല രീതിയിൽ റിഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് ഒരു ഫെസ്റ്റിവലൊക്കെ വരികയാണ്, ഇനിയിപ്പോൾ നമുക്ക് ഓണമൊക്കെയാണ്, അപ്പോൾ അതിന് മുന്നത്തെ ദിവസം നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആകും. പിന്നെ നമുക്ക് പിറ്റേ ദിവസം ത്രൂ ഔട്ട് ദ ഡേ ആ ഒരു ഗ്ലോ ഉണ്ടാവും. പിന്നെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ചെയ്തു കൊടുക്കാം. കാര്യം ഇത് നമ്മൾ കെമിക്കലൊന്നും തന്നെ യൂസ് ചെയ്യാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് 2-3 ദിവസം തന്നെ നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് ഒന്ന് ചെയ്തു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പാക്ക് മാത്രമെങ്കിലും എല്ലാ ദിവസവും ഒന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. നല്ല രീതിയിൽ സ്കിന്ന് ഗ്ലോ ആകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഫേഷ്യൽ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരാം. എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ വരുന്ന വീഡിയോസിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അവർക്കുള്ളതാണ് ഈ ഒരു പിങ്ക് ഹാർട്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിങ്ക് ഹാർട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ.